സമപ്രായക്കാർ ക്രൂരമായി മർദ്ദിച്ചൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. കഴിഞ്ഞ 16-ാം തീയതിയായിരുന്നു സംഭവം. പനയക്കോട് സ്വദേശിയായ 16-കാരനെ സമീപത്തെ വാഴത്തോപ്പിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പറഞ്ഞില്ലേ നിന്റെ കാല് പിടിക്കാളിയാ നിന്റെ ഞാൻ പറഞ്ഞില്ലടിയാ ഞാൻ ഒന്നും പറഞ്ഞില്ലടിയാ ദൈവസത്യത്തിന് ഞാൻ ഒന്നും പറഞ്ഞില്ലടിയാ എന്നെ അടിക്കാം കൊല്ലാണെങ്കിൽ കൊല്ലുകയും ചെയ്യും ഞാൻ ഇല്ലേ നമ്മളൊന്ന് പാലിക്കുന്നു സബ് ഗ്രൂപ്പിൽ മർദ്ദന ദൃശ്യം കണ്ട 16-കാരന്റെ അമ്മയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേരെ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. മാതാപിതാക്കളുടെ ജാമ്യത്തിൽ പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തു. ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, നമ്മൾ ഈ താമരശ്ശേരിയിലെ അക്രൂരമായ മർദ്ദനത്തിന്റെയും പിന്നീട് ഷഹബാസ് എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന്റെയും വാർത്തയുടെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതുപോലെ തന്നെ ക്രൂരമായി 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ സമപ്രായക്കാരായ ഒരു കൂട്ടം ക്രിമിനലുകൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ഈ പ്രായത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ പുറത്ത് കാണിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ക്രിമിനൽ സംഘങ്ങൾ പെരുമാറുന്നത് പോലെയാണ് ഒരു 16-കാരനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? 2 ആഴ്ച മുൻപ് നടന്ന സംഭവമാണ്. എന്തുകൊണ്ടായിരിക്കാം ആ ആൺകുട്ടി, ആ 16-കാരൻ ഈ സംഭവം ഒന്നും സ്വന്തം വീട്ടുകാരോട് പോലും പറയാതിരുന്നത്? ടോം, കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തൊളിക്കോട് എന്ന പ്രദേശത്താണ് ഈ ഒരു വാഴത്തോപ്പിൽ വെച്ചാണ് ഈ വിദ്യാർത്ഥിയെ അതിക്രൂരമായി സമപ്രായക്കാരായിട്ടുള്ള മറ്റ് 5ഓളം പേർ അടങ്ങിയ സംഘം മർദ്ദിക്കുന്നത്. വാഴത്തോപ്പിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. അതായത് തൻ്റെ പെൺസുഹൃത്തിനോട് താൻ എന്തുകൊണ്ടാണ് മോശമായി പെരുമാറിയതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു അക്രമം തുടങ്ങുന്നത്. അതിനുശേഷം അതിക്രൂരമായി മർദ്ദിക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾ എത്തിക്കാനും ഒപ്പം തന്നെ അവർ സംസാരിക്കുന്ന വാക്കുകൾ പുറത്തേക്ക് വിടാനും പറ്റാത്തത് ഒരു പരിമിതി ഉണ്ടതുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ മോശപ്പെട്ട വാക്കുകൾ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ. ഒന്നോർക്കണം, 18 വയസ്സിന് താഴെ മാത്രം പ്രായമായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ മോശമായി വാക്കുകൾ ഉച്ചരിക്കുന്നത്, ഒപ്പം തന്നെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത്. ഈ കുട്ടിയുടെ മുഖത്ത് വലിയ ക്രൂരമായി മർദ്ദിക്കുന്നു, പുറത്തും നെഞ്ചിലുമൊക്കെ തന്നെ ആഞ്ഞ് ചവിട്ടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് തൻ്റെ പെൺസുഹൃത്താണ്, തൻ്റെ പെൺസുഹൃത്തിനോട് എന്തിന് മോശമായി പെരുമാറി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. സമീപകാലത്തൊക്കെ തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് കേരളത്തിൽ നിന്ന് പല കോണിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. കൂടാതെ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെ തിരുവനന്തപുരത്തെ പല ഇടങ്ങളിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും കാണുകയും ചെയ്തതാണ്. അത് വളരെ ഞെട്ടലോടുകൂടിയാണ് പൊതുസമൂഹം നോക്കിക്കാണുകയും ചെയ്തത്. അത് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം 16-ാം തീയതി ഉണ്ടായ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ, അതും ഈ വീട്ടുകാരോട് പോലും ഈ കുട്ടി പറയാൻ മടിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി ഏതെങ്കിലും തരത്തിൽ തന്നെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വീട്ടുകാരോട് ഈ കാര്യങ്ങൾ കുട്ടി പറയാതിരുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇവർ തന്നെ പകർത്തി അത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഞെട്ടലോടെ കേൾക്കേണ്ട ഒരു സംഭവം. കാരണം അവർ തന്നെ ഇത് താങ്കൾ മർദ്ദിക്കുന്നു, അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് തന്നെ കൊല്ലാൻ പോലും മടിക്കില്ല, ഇനി ഇത്തരത്തിൽ സംഭവം ഉണ്ടായാൽ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ആ കുട്ടി വിദ്യാർത്ഥി പറയുന്ന വാചകങ്ങളുണ്ട്, ഞാൻ അങ്ങനെ ആരോടും മോശമായി പെരുമാറിയിട്ടില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുമ്പോൾ പോലും തന്നെ വീണ്ടും ക്രൂരമായി മുഖത്തൊക്കെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതായാലും. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ദൃശ്യങ്ങൾ വ്യാപകമായി നാട്ടിലെ വാട്സാപ്പുകളിലുമൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. അത് കുട്ടിയുടെ അമ്മ കാണാനിടയാകുന്നു. അങ്ങനെയാണ് തൻ്റെ മകന് അതിക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നു, മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നുള്ള വിവരം ഈ മാതാപിതാക്കൾ അറിയുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ആര്യനാട് പോലീസിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയും ഈ ദൃശ്യങ്ങൾ കൈമാറുകയും ഒപ്പം തന്നെ
പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് അന്വേഷണത്തിൽ 4 പേരെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് നൽകി വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം വിതുരയിലാണ് 16-കാരനെ സമപ്രായക്കാർ ക്രൂരമായി മർദ്ദിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നീട് മാതാപിതാക്കളുടെ ജാമ്യത്തിൽ കുട്ടികളെ വിട്ടയക്കുകയും ചെയ്തു.